പാഠം 703. നല്ലത് പറഞ്ഞാലും പഴി. ഹലോ, അതെ. എന്താ തോമസ് കുട്ടി? സ്ഥലം ഉണക്കുന്ന കാര്യം തോമൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് സമയം കിട്ടും തോന്നില്ല. ഇന്ന് വൈകിട്ട് തഹസിൽദാരും ഭാര്യയും കൂടി എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരുപാട് നാളായി തഹസിൽദാർ പറയുന്നു മോഹനേഷിന്റെ വീട്ടിലേക്കൊന്ന് വരണം, മോഹനേഷിന്റെ വീട്ടിലേക്കൊന്ന് വരണം എന്ന്. ഇന്ന് ഒരു 5:30 ആകുമ്പോ തഹസിൽദാർ ഇങ്ങോട്ട് വരും. അത്താഴം കൂടി കഴിച്ചിട്ടേ ഇവിടുന്ന് പോകൂ. അപ്പൊ പിന്നെ തോമസുടെ സ്ഥലം അളക്കുന്നത് നാളത്തേക്കാക്കാം. ശരി. കഷ്ടം തന്നെ. തഹസിൽദാർ വീട്ടിൽ വരുന്നതിന്റെ പേരിൽ ഇതിന് മാത്രം ആവേശം കാണിക്കുക എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വരുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നുമല്ലല്ലോ, തഹസിൽദാരല്ലേ? അതെന്താ, തഹസിൽദാർ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ? ഈ താലൂക്കിന്റെ മുഴുവൻ ഭരണം നിയന്ത്രിക്കുന്ന ആളാണ് തഹസിൽദാർ. ഈ താലൂക്കിൽ വേറെയും ഉണ്ടല്ലോ 7-8 വില്ലേജുകൾ. ആ വില്ലേജുകളിലെ ഒന്നും വില്ലേജ് ഓഫീസർമാരുടെ വീട്ടിൽ പോകാതെ തഹസിൽദാർ മോഹനേഷിന്റെ വീട്ടിൽ മാത്രം വരുന്നത് ഒരു വലിയ അംഗീകാരം തന്നെയാണ്. എന്റെ സത്യസന്ധതയ്ക്കും ഉത്തരവാദിത്വ ബോധത്തിനും കിട്ടിയ അംഗീകാരം. ഒരു സാധാ വക്കോലായ നിനക്ക് അതിന്റെ വില മനസ്സിലാവില്ല. ഒരു വക്കോലോ എന്താണ് സാറിന്റെ ഉദ്ദേശം? ഇന്ന് വൈകിട്ട് തഹസിൽദാർ വരുമ്പോ പുള്ളിക്കാരന്റെ മുന്നിൽ വെച്ചും ഇങ്ങനെ തന്നെ എന്നെ കളിയാക്കാനാണോ? സാറിന്റെ കാര്യത്തിൽ ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും എന്നാണല്ലോ പ്രമാണം. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയൂ. എന്താണ് സംഭവം? സാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന? എന്തോ പ്രശ്നം ഉണ്ടല്ലോ സാറേ. സാറിന്റെ കാര്യത്തിൽ എന്തോ തീരുമാനം ഉണ്ടാക്കുമെന്ന് വക്കീൽ പറയുകയും ചെയ്തു. എന്താണ് പ്രശ്നം? ഇന്ന് വൈകിട്ട് തഹസിൽദാരും ഭാര്യയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് തമ്മ. അത്താഴവും കഴിച്ചിട്ടേ അവര് പോകൂ. അതൊരു നല്ല കാര്യമല്ലേ സാറേ? നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷേ രാവിലെ ഭാമയെ ഞാൻ എന്തോ പറഞ്ഞത് കളിയാക്കി പോയി. അതിന്റെ പേരില് അവള് സമരം പ്രഖ്യാപിച്ചിരിക്കുക. തഹസിൽദാർ വരുമ്പോ അവള് കഴിക്കാനൊന്നും ഉണ്ടാക്കില്ല, അവരോട് മാന്യമായി പെരുമാറില്ല, സംസാരിക്കില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത്. അവിടെ അങ്ങനെ മാനം പോയില്ലേ? വക്കീലാണ് ആള്. പറഞ്ഞതുപോലെ ചെയ്യും. സാർ എന്തെങ്കിലും പറഞ്ഞു തീർപ്പുണ്ടാക്ക്. അതൊക്കെ നോക്കി, പക്ഷെ അവള് വഴങ്ങുന്നില്ല. സാറേ, പുകഴ്ത്തലിൽ വീഴാത്ത പെണ്ണുങ്ങളുണ്ടോ സാറേ? സാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശരിക്കങ്ങ് പുകഴ്ത്ത്, വക്കീലിന്റെ മനസ്സ് മാറും. അതൊന്നും കൊണ്ട് കാര്യമില്ലെത്തുമാ. അതെ, കെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. ഞാനങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. അതെയോ? എപ്പോ? അത് ശരി. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനിപ്പോ എന്താ കുഴപ്പം? ശരി ശരി. അത് ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പേ തീർത്തിരുന്നു. ധൃതിയില്ലെന്ന് പറഞ്ഞാണ് ശിശുപാലന കൈ കൊടുത്തുവിടായിരുന്നത്. അതിനെന്താ ഇന്ന് കൊടുത്തുവിടാ. ശരി. മോഹനേട്ടാ, സമയം 9 കഴിഞ്ഞു. ആഫീസിൽ പോകാൻ നോക്കുന്നില്ലേ? ഞാൻ ആഫീസിൽ പോകാൻ തുടങ്ങിയിട്ട് വർഷം കുറേ ആയി. എപ്പോഴാ പോകേണ്ടതെന്ന് എനിക്കറിയാം. അതല്ല അറിയാം. പക്ഷെ ഭാര്യയോട് മാന്യമായിട്ട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് ഒഴിച്ച് ബാക്കിയെല്ലാം അറിയാം. ഞാൻ വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നതെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമാവില്ല. അതാണ് പ്രശ്നം. വേറെ ആരെങ്കിലും പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. വേറെ ആരെങ്കിലും? അതെന്താ? ഒന്നുമില്ല. മോഹനേട്ടൻ മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണുന്ന ഓർത്താ മതി. അപ്പൊ മോഹനേട്ടൻ പറഞ്ഞിട്ടില്ല അവരൊക്കെ അങ്ങനെ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ടൗണില് ബഷീറിന്റെ ഹോട്ടലിൽ വെച്ച് സാറിനെ കണ്ടു. ഹോ ദൈവമേ, കണ്ടപ്പോ തന്നെ സാറ് വക്കീലിന്റെ കാര്യം പറഞ്ഞു തുടങ്ങി. ഈ നാട്ടിൽ ഇത്രയും സാമർഥ്യമുള്ള വേറൊരു വക്കീലില്ല എന്നാ സാറ് പറയുന്നേ.
സ്വന്തം ഭാര്യയെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ഒരു ഭർത്താവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം കൃഷ്ണൻകുട്ടിയുടെ ചായക്കട വെച്ച് കണ്ടപ്പോ ഞങ്ങൾ കുറേ നേരം രാഷ്ട്രീയം സംസാരിച്ചു. അപ്പൊ മോനുഷൻ പറയാ, സത്യഭാമയെ പോലെ അറിവും വിവരവും ഉള്ള പെണ്ണുങ്ങളാ രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് സത്യഭാമയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന്. നീ ഇന്ന് പഞ്ചായത്ത് മെമ്പർ ഏലിയസിനെ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു? വാട്ടർ അതോറിറ്റിയിലെ ശിവൻകുട്ടിയെ കോടതിയിൽ വെച്ച് കണ്ടായിരുന്നു? അവരോട് നീ വളരെ മോശമായിട്ട് സംസാരിച്ചു എന്ന് അവരെന്നെ വിളിച്ചു പറഞ്ഞു. എന്താ കാര്യം? അല്ല, ഒരു ചെറിയ അബദ്ധം പറ്റിയതാ. എന്താ അബദ്ധം? രാവിലെ മോഹനയുടെ ഉത്തമനും കൂടി ഇവിടെ നിന്ന് എന്നെ പറ്റിക്കനെ ഗൂഢാലോചന നടത്തിയില്ലേ, അത് ഞാൻ അവിടെ നിന്ന് കേട്ടായിരുന്നു.